ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 37, 38 എന്നീ ശ്ലോകങ്ങളാണ് ഇന്ന് സ്മരിക്കുന്നത്. ഓം കുലാംഗനാ കുലാന്തസ്ഥ കൗലിനീ കുലയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചാര തത്പരാ മൂലാധാരൈകനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ഓം ശ്രീ മഹാദേവ്യൈ നമ. ആദ്യത്തെ നാമം കുലാംഗന. കുലാംഗന എന്ന് പറഞ്ഞാൽ കുലത്തിൽ പിറന്നവൾ, ഉത്തമ കുടുംബത്തിലെ സ്ത്രീ, ചാരിത്ര്യം, സത്യം, സത്യനിഷ്ഠ, ധർമ്മം, ധർമ്മനിഷ്ഠ എന്നിവയെല്ലാം സൂക്ഷിച്ച് പാലിച്ച് കർമ്മനിരതയായി ആദർശം ലക്ഷ്യമാക്കി ജീവിക്കുന്നു. അങ്ങനെയുള്ള ആഢ്യകളാണ് കുലാംഗനമാർ. ഇത്രയും ഗുണങ്ങൾ ജ്ഞാനസിദ്ധന്മാർക്ക് ലഭ്യമാണ്. അവർക്ക് മാത്രം പ്രകടമാകുന്നു കുലാംഗന എന്നുള്ള ദേവീഭാവത്തെ. ഇങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. ഓം കുലാംഗനായൈ നമ. അമ്മയോട് പറയുന്നു, അലയോ അമ്മേ, നിന്തിരുവടി സുഷുമ്നയിലൂടെ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാര പത്മത്തിൽ എത്തി ഭർത്താവായ പരമേശ്വരനോടുകൂടി അവിടുന്ന് കൂടിച്ചേരുകയാണ്. ആ ആനന്ദലബ്ധിക്ക് ഭക്തർക്ക്, സാധകർക്ക്, യോഗീശ്വരന്മാർക്ക് പ്രാർത്ഥിക്കാം. യോഗീശ്വരന്മാർക്ക് അത് പ്രാപിക്കുവാനുള്ള ഭാഗ്യം ഉറപ്പായുമുണ്ട്. അമ്മയുടെ കാരുണ്യം കൊണ്ട് സാധകൻ്റെ ശ്രദ്ധ, ഭക്തി, വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തീവ്രമായ ഇച്ഛയോടുകൂടി പരിശ്രമിക്കുന്ന ഭക്തൻ്റെ ആ നിഷ്കളങ്കമായ ആഗ്രഹത്തെ അമ്മ നിറവേറ്റിത്തരിക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കുലാംഗനയായി വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം കുലാംഗനായൈ നമ. അടുത്ത നാമം കുലാന്തസ്ഥ. കുലത്തിനുള്ളിൽ കുടികൊള്ളുന്നവൾ കുലാന്തസ്ഥ. കുലം എന്ന് പറയുമ്പോൾ ഇവിടെ കൗളം എന്നാണ് അർത്ഥം പറയേണ്ടത്. കൗളവിദ്യ, കൗളമാർഗം, കൗളമാർഗത്തിൽ കുടികൊള്ളുന്നവൾ. ശ്രീവിദ്യാ ഉപാസനയിലെ വിവിധ മാർഗങ്ങളാണ്, പദ്ധതികളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കൗളമാർഗം അല്ലെങ്കിൽ കൗളവിദ്യയിൽ കുടികൊള്ളുന്ന ശ്രീദേവിയാണ് അമ്മ. കുലം എന്നാൽ ശാസ്ത്രം എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൽ വിരാജിക്കുന്നത് അമ്മയാണ്. ശാസ്ത്രത്തിൻ്റെ മധ്യബിന്ദു, ചക്രത്തിൻ്റെ മധ്യബിന്ദു അമ്മയാണ്. വേദസാരം, അതാണ് ശാസ്ത്രം. വേദസാരമായി വിളങ്ങുന്നവൾ ശ്രീ മഹാദേവി. കുലം എന്നാൽ രാജ്യം എന്നർത്ഥമുണ്ട്, ഗൃഹം എന്നർത്ഥമുണ്ട്, ശാസ്ത്രം എന്നും അർത്ഥമുണ്ട്. ഇവിടെയെല്ലാം മധ്യത്തിൽ കേന്ദ്രബിന്ദുവായി ആസ്ഥാനമായി വിരാജിക്കുന്നത് അമ്മയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം കുലാന്തസ്ഥായൈ നമ. അടുത്ത നാമം കൗളിനി. കൗളിനി എന്ന് പറഞ്ഞാൽ കുളത്തെ സംബന്ധിച്ചവൾ, കൗളമാർഗത്തെ സംബന്ധിച്ചവൾ. സകല നാനാത്വ ചിന്തകളും അസ്തമിക്കുന്ന തലമാണ് കൗളം. കുലത്തിൽ നാനാത്വ ചിന്തകളോ പദ്ധതികളോ ഇല്ല. ഉപാസകനും ഉപാസ്യവസ്തുവും
ഭേദമില്ലാതാവുന്നു. ആ ഒരു ബോധതലത്തിൽ എത്തിച്ചേരുന്നു. ഉപാസകനും ഉപാസ്യവസ്തു അമ്മയാണ്. രണ്ടും വേറെയല്ല, ഒന്നായിത്തീരുകയാണ്, ലയനം സംഭവിക്കുന്നു. ആ ഒരു ബോധതലത്തിൽ സാധകൻ എത്തിച്ചേരുന്നു. പിന്നെ കുലദേവതമാരുടെ അധിപ എന്നും ഈ നാമത്തിന് അർത്ഥം പറയുന്നുണ്ട്. കൗളിനി, കുലത്തെ സംബന്ധിച്ചവൾ, കുലദേവതമാരുടെ അധിപ, ഇതെല്ലാം ശ്രീ മഹാദേവിയാണ്. ഓം കൗളിന്യൈ നമഃ. കുലയോഗിനി. കുലയോഗിനി, കുലം എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രം എന്നർത്ഥം പറയുന്നുണ്ട്. ഷഡാധാര ചക്രത്തെയാണ് ഇവിടെ ചക്രം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ചക്രങ്ങളിൽ ചേർന്നിരിക്കുന്നവളാണ്. കുളത്തിൽ ചക്രത്തിൽ യോഗം ചെയ്ത് ഇരിക്കുന്നു, ചേർന്നിരിക്കുന്നു. അമ്മ എവിടെയാണ്? ഓരോ ചക്രത്തിലും വസിക്കുന്നു. ഓരോരോ ചക്രത്തിൽ നിന്നും ഉയർന്നുയർന്നുയർന്നു പോയി സഹസ്രാര ചക്രത്തിൽ, സഹസ്രാര പത്മത്തിൽ ചെന്ന് പരമേശ്വരനുമായി സമ്മേളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷഡാധാര ചക്രത്തിലും വസിക്കുന്ന യോഗിനിയായിട്ട് യോഗം സംഭവിച്ചുകൊണ്ട് ചേർന്നിരിക്കുകയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം കുലയോഗിന്യൈ നമഃ. അടുത്ത നാമം അകുല. അകുല എന്ന് പറഞ്ഞാൽ കുലം ഇല്ലാത്തവൾ. കുലം ഇല്ലാത്തവൾ അകുല. ആദിപരാശക്തിക്ക് കുലമില്ല. ആദിപരാശക്തിക്ക് പ്രത്യേക മാർഗം എന്നൊന്നുമില്ല. കുലമില്ല, ഗൃഹമില്ല, രാജ്യമില്ല. എല്ലാറ്റിനും അപ്പുറമാണ്. ഈ പ്രപഞ്ചത്തിനും അപ്പുറമായി വർത്തിക്കുന്ന ദേവിയാണ്. ഒരു പ്രത്യേക കുലം എന്നത് അമ്മയ്ക്കില്ല. പറയുന്നു, ത്രിപുടിയും ഇല്ല. ദേവിക്ക്, മഹാദേവിക്ക് ത്രിപുടിയും ഇല്ല. എന്താണ് ത്രിപുടി? ത്രിപുടി എന്ന് പറയുമ്പോൾ ദേവിയെ ലഭ്യമാകുന്ന ഒരു ഭാവമാണ്. അതിന് അറിവ് വേണം. അറിയേണ്ടതെന്തോ എന്താണ്, അതിനെക്കുറിച്ചുള്ളൊരു ധാരണ വേണം. അറിയേണ്ടതെന്തോ ആ സത്യവും വേണം. അറിവ് നേടുന്ന ആൾ വേണം. അപ്പോൾ ത്രിപുടി എന്ന് പറയുന്നത് 3 തലങ്ങളാണ്. ഒന്ന് അറിവ്, രണ്ടാമത്തേത് അറിയേണ്ടത്, മൂന്നാമത്തേത് അറിവ് നേടുന്ന ആൾ. എന്താണോ അറിയേണ്ടത്, ജ്ഞാനവസ്തു അല്ലെങ്കിൽ ധ്യേയവസ്തു എന്താണ്, ധ്യാനിക്കുന്നവൻ, ധ്യാനം, ഇങ്ങനെയുള്ള ത്രിപുടികൾ 3 തലങ്ങൾ ഇല്ല. അറിവ് നേടുന്ന ആൾ, അറിവ്, ഇതൊന്നും ഉള്ള ഭാവം അമ്മയ്ക്കില്ല. അമ്മ അകുലയാണ്. ഒരു ശാസ്ത്രത്തിലും തളച്ചിടാൻ സാധിക്കില്ല. എല്ലാ ശാസ്ത്രങ്ങൾക്കും അപ്പുറമാണ്. എല്ലാ ആചാര പൂജ പദ്ധതികൾക്കും അതീതയാണ് അമ്മ. എന്നാൽ ഓരോ ആചാരത്തിലും മധ്യബിന്ദുവായിട്ട്, മധ്യശക്തിയായിട്ട്, കേന്ദ്രശക്തിയായി വർത്തിക്കുന്നതും അമ്മ തന്നെയാണ്. പക്ഷേ ഒപ്പം മനസ്സിലാക്കുക, കുലം ഇല്ല. കുലം എന്നതിന് എന്തെല്ലാം അർത്ഥങ്ങളുണ്ടോ, എന്തെല്ലാം ആശയങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവളാണ് അകുല എന്നും പറയുന്നു. കുലം എന്നതുകൊണ്ട് നമ്മൾ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കി, എത്രയോ കാര്യങ്ങൾ നമ്മളുടെ ധാരണയിലെത്തുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അമ്മ. അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നു അമ്മ. അങ്ങനെ അമ്മ അകുലയാണ്. ഓം അകുലായൈ നമഃ. അടുത്ത നാമം സമയാന്തസ്ഥ. സമയാന്തസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെയും മറ്റൊരു തരത്തിലുള്ള ആചാര പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത്. സമയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നവൾ. നേരത്തെ നമ്മൾ കണ്ടത് കുലാന്തസ്ഥ എന്നാണ്. ഇവിടെ സമയാന്തസ്ഥ, സമയത്തിൻ്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. സമയാചാരം എന്ന് പറയുന്ന
ഒരു പൂജാക്രമം. അത് മാനസപൂജാക്രമമാണ്. ഗുരുവിൻ്റെ പ്രത്യേക ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും മാത്രം ചെയ്യേണ്ടുന്ന മാനസപൂജ വിധിയാണത്. ആ മാനസപൂജ ചെയ്യുന്നു. അത് പഠിപ്പിക്കുന്ന സമയാചാരത്തിൻ്റെ കേന്ദ്രശക്തിയായി വർത്തിക്കുന്നത് അമ്മയാണ്. അങ്ങനെ സമയാന്തസ്ഥ, അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം സമയാന്തസ്ഥായേ നമ. ഹൃദയത്തിൽ ആധാരചക്രങ്ങളെ ധ്യാനിച്ച് അവയിൽ ശക്തിയെ പൂജിക്കുന്ന രീതിയാണ് സമയം എന്ന് പറയുന്നു. സാധകൻ ഹൃദയത്തിൽ ഈ പറഞ്ഞ 6 ആധാര ചക്രങ്ങളെയും ധ്യാനിച്ചു കൊണ്ടുവന്ന് അവയിൽ ശക്തിയെ പൂജിക്കുകയാണ്. മാനസപൂജ പൂജിക്കുന്ന രീതിയാണ് സമയം. അല്ലെങ്കിൽ മാനസപൂജാക്രമത്തെ സമയാചാരം എന്ന് പറയുന്നു. സമയൻ എന്നാൽ ശിവൻ എന്നും അർത്ഥമുണ്ട്. സമയൻ ശിവൻ. ശിവനും ശിവയും ആധാരചക്രങ്ങളിൽ തുല്യമായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ശിവനും ശിവയും വേറെയല്ല, ഭിന്നരല്ല. ഓരോ ചക്രത്തിലും, ആധാരചക്രങ്ങളിൽ ദേവിയും ദേവനും ശിവനും ശിവയും തുല്യമായി തന്നെ വർത്തിക്കുന്നു. എന്നാൽ ശിവൻ്റെ താണ്ഡവം എന്ന് പറയും, ഉഗ്രതാണ്ഡവം. ശിവയുടെ ലാസ്യ നൃത്തം എന്നാണ് പറയുക. തുല്യമാണ്. താണ്ഡവവും ലാസ്യവും തുല്യ ശക്തിയാണ്, തുല്യ പ്രഭാവമാണ്. എങ്കിലും ശക്തി താണ്ഡവമായി ശിവൻ്റെ നൃത്തത്തെ പറയും. ശിവയുടെ നൃത്തത്തെ ലാസ്യം എന്നാണ് പറയുന്നത്. സൃഷ്ടിയാദി കർമ്മങ്ങളിൽ തുല്യതയുണ്ട്. ശിവ ശിവ അത് അരുണവർണ്ണത്തെ സൂചിപ്പിക്കുകയാണ്. സ്വരൂപ സാമ്യവുമുണ്ട്. മനോഹാരിത, നാമസാമ്യം. അങ്ങനെ ശിവശക്തികളുടെ മധ്യത്തിൽ വിളങ്ങുന്ന ഏകരൂപധാരിയാണ് ശ്രീലളിത പരമേശ്വരി. ശിവ ശിവ എന്ന ഭാവത്തിൻ്റെ സമ്മേളിത രൂപത്തിൽ ശക്തി ഭാവമായിട്ട് വിളങ്ങുന്നു ശ്രീലളിത പരമേശ്വരി, ജഗദംബിക, ശ്രീ ചൈതന്യമൂർത്തി. ഓം സമയാന്തസ്ഥായേ നമ. അടുത്ത നാമം സമയാചാര തത്പര. സമയാചാരത്തിൽ തൽപരയാണ്, ആസക്തിയുള്ളവളാണ്, സമയാചാരത്തിൽ പ്രസാദിക്കുന്നവളാണ് ശ്രീ മഹാദേവി. സമയാചാരത്തിൽ വളരെ പ്രീതയാണ് അമ്മ, സംപ്രീതയാണ് അമ്മ. ഇവിടെ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി പടിപടിപടിയായി ദേവിയെ 6 ആധാരങ്ങളിലും സങ്കൽപ്പിച്ച് മാനസപൂജ ചെയ്യുകയാണ് സമയാചാര സാധകർ. ഇവിടെ ഗുരുവിൻ്റെ പ്രത്യേക നിർദ്ദേശം വേണം, കടാക്ഷം വേണം. ഒരു പൂർണ്ണ ദീക്ഷിതന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. സഹസ്രാരത്തിൽ ശിവശക്തി സമാഗമം, ആനന്ദവർഷം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ശ്രീ മഹാദേവിക്ക് നമസ്കാരം. അടുത്ത നാമം മൂലാധാരൈക നിലയ. മൂലാധാരൈക നിലയ. മൂലാധാരം മുഖ്യസ്ഥാനമായവൾ, ഏകസ്ഥാനമായവൾ, ഏകനിലയം ആക്കിയവൾ. മൂലാധാരം സുഷുമ്നയുടെ ഉദ്ഭവം, മൂലമാണ്. കുണ്ടലിനിക്ക് ആധാരമായിട്ടുള്ളതാണ് മൂലാധാര ചക്രം. മൂലാധാരത്തെ മുഖ്യസ്ഥാനമാക്കിയവൾ അല്ലെങ്കിൽ ഏകസ്ഥാനമാക്കിയവൾ ശ്രീ മഹാദേവി. അവിടെ കുണ്ടലിനി ശക്തി
മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ദേവി ഏക ആധാര ശക്തിയാണ് അവിടെ. മൂലാധാരത്തിൽ ദേവി വസിക്കുന്നു. അവിടെ ദേവി ഉറങ്ങിക്കിടക്കുന്നു. 3.5 ചുറ്റുള്ള ഒരു സർപ്പിണിയായിട്ട് ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് യോഗി മതം. ആ മൂലാധാരമാണ് ശക്തി കേന്ദ്രം. ആ ശക്തി കേന്ദ്രത്തിൽ നിന്ന് സാധകൻ തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി 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 പടിപടിയായി, ഇവിടെയാണ് പടി 6 കടന്ന് ആജ്ഞാചക്രവും ഭേദിച്ച് സഹസ്രാരത്തിൽ ശിവനും ശിവയുമായിട്ടുള്ള സമ്മേളനം, ആനന്ദ വർഷം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. അടുത്ത നാമം ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ഇവിടെ മൂലാധാരത്തിന് തൊട്ട് മുകളിലുള്ള ചക്രം സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനത്തിൽ വസിക്കുകയാണ് ദേവി. ആ ദേവിക്ക് അവിടെ ഗ്രന്ഥികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സാധകൻ്റെ തപസ്സിൽ, ആ യാത്രയിൽ, ആ പരിശ്രമത്തിൽ ചില പ്രതിസന്ധികൾ വന്നു ചേരാം. അങ്ങനെ ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഉയർത്തി സംരക്ഷിച്ച് ഉണർത്തിക്കൊണ്ടുവരുന്ന ശക്തിമൂർത്തികളുടെ നാമങ്ങളാണ് പറയുന്നത്. ബ്രഹ്മഗ്രന്ഥി സ്വാധിഷ്ഠാനത്തിൽ ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയെ വിഭേദിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയും അതിക്രമിച്ചുകൊണ്ട് കുണ്ടലിനി ശക്തി ഉയരുന്നു. അപ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്നവളാണ്. ഇവിടെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുമ്പോൾ സൃഷ്ടിവാസനയാണുള്ളത്. സൃഷ്ടിവാസന. ആ സൃഷ്ടിവാസനയെ മാറ്റുന്നു. ഓരോ ചക്രത്തിനും 2 ഗ്രന്ഥികളുണ്ട് എന്ന് പറയാണ്. 3 ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു. സൂക്ഷ്മപരമായിട്ട് അഗ്നിഖണ്ഡം, ചന്ദ്രഖണ്ഡം, മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം വരെ അഗ്നിഖണ്ഡമാണ്. അവിടെ സൃഷ്ടി ത്വരയാണ്. മണിപൂരകം മുതൽ അനാഹതം വരെ സൂര്യഖണ്ഡമാണ്. അവിടെ സ്ഥിതി അല്ലെങ്കിൽ പാലനമാണ് ശക്തിഭാവം. പിന്നെ വിശുദ്ധി ആജ്ഞാചക്രം, അവിടെ ചന്ദ്രഖണ്ഡം എന്ന് പറയുന്നു. അവിടെ ആനന്ദമാണ്. സൃഷ്ടി, സ്ഥിതി, പിന്നെ ലയനമാണല്ലോ. അപ്പോൾ ഇവിടെ സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മഗ്രന്ഥി ദേവി ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടിവാസനയ്ക്ക് അതീതയായിട്ട് വർത്തിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ചുകൊണ്ട്, അതിക്രമിച്ചുകൊണ്ട് ഭക്തൻ്റെ സാധനയ്ക്ക് അടിസ്ഥാനപരമായിട്ട് കുണ്ടലിനി ശക്തി അങ്ങനെ ഉയരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മഹാദേവിക്ക് നമസ്കാരം. ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യൈ നമഃ. മൂലാധാരത്തിൻ്റെയും സ്വാധിഷ്ഠാനത്തിൻ്റെയും ഖണ്ഡമായ അഗ്നിഖണ്ഡത്തിന് തൊട്ടുമുകളിലാണ് ബ്രഹ്മഗ്രന്ഥി. അവിടെ ദേവി പ്രകാശിക്കുന്നു. സൃഷ്ടിവാസന അവിടെയുണ്ട്. അതിനെ മറികടന്നാൽ മാത്രമേ കുണ്ടലിനി ശക്തി ഉണർത്തി നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. സൃഷ്ടിവാസന അവിടെ പ്രകടമാണ്. പക്ഷേ സൃഷ്ടിവാസനയെ മറികടക്കുവാൻ തീർച്ചയായും യത്നിക്കേണ്ടതുണ്ട്. അവിടെ സാധനാബലവും ദേവീ കടാക്ഷവും ഉപാസകന് ആവശ്യമാണ്. സൃഷ്ടിവാസനയുണ്ട്. അതിനെ മറികടക്കാൻ സാധനാബലം വേണം. തികഞ്ഞ സാധനാബലവും ഒപ്പം തന്നെ ദേവീ കടാക്ഷവും, അമ്മയുടെ അനുഗ്രഹവും
അത്യാവശ്യമാണ്. ആധ്യാത്മിക പാതയിൽ വാസനകൾ കാരണം ഒരുപാട് വിഷമസന്ധികൾ വരാറുണ്ട് സാധകർക്ക്. ആ വിഷമസന്ധികളെയാണ് ഗ്രന്ഥികൾ എന്ന നാമം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രന്ഥികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയാണ്, അല്ലെങ്കിൽ വിഷമസന്ധികളെയാണ്. അപ്പം ഇവിടെ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുവാൻ അമ്മയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. അടുത്ത നാമം മണിപൂരാന്തരുദിത. മണിപൂരാന്തരുദിത, മണിപൂരക ചക്രത്തിൻ്റെ അന്തർഭാഗത്ത് ഉദിതയായവൾ. മണിപൂരക ചക്രം നാഭിയുടെ ചേർന്ന് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനം കടന്ന് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിലെത്തി ആ മണിപൂരകത്തിൽ കുടികൊള്ളുന്ന ദേവിയാണ്. ആ ദേവി മണിപൂരകത്തിൻ്റെ അന്തർഭാഗത്ത് ഉദ്ഭവിച്ചവളാണ്, ഉദിച്ചവളാണ്, പ്രകാശിക്കുന്നവളാണ്, പ്രകാശിച്ചരുളുന്നവളാണ് ശ്രീ മഹാദേവി. നാഭിപ്രദേശത്തുള്ള പത്മം, ആ ചക്രം, അത് മണിപൂരകം എന്ന് പറയുന്നു. പൊക്കിൾ കൊടിയുടെ സ്ഥാനമാണത്. മാനസപൂജാ വിധാനത്തിൽ ദേവിയെ ഉപാസകൻ മണിപൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ, മണിപൂരങ്ങൾ അണിയിച്ച് ഒരുക്കുന്ന ചക്രമാണ് അവിടെ. മാനസപൂജയിൽ ദേവിക്ക് ആടയാഭരണങ്ങൾ, അലങ്കാരങ്ങൾ എല്ലാം നൽകി ദേവിയെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കുന്ന ചക്രമാണ് മണിപൂരകം. ഈ ചക്രത്തിൽ വെച്ചാണ് അലങ്കാരം നടത്തുന്നത്. അതുകൊണ്ട് മണിപൂരങ്ങൾ, അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ എല്ലാം നൽകുന്ന ആ ഭാവം, അതുകൊണ്ട് അതിനെ മണിപൂരക ചക്രം എന്ന് പറയുന്നു. ഓം മണിപൂരാന്ത രുദിതായൈ നമ. ഓം ശ്രീ മഹാദേവിയൈ നമ. ഇത്രയും വരെ ആയപ്പോൾ നമ്മൾ 101 നാമങ്ങൾ സ്മരിച്ചു. ഓം ശ്രീ മഹാദേവിയൈ നമ. അമ്മയുടെ മഹാകാരുണ്യം എല്ലാ മക്കളിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ മഹാദേവിയൈ നമോ നമ.